ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫ്രഞ്ച് റവല്യൂഷനാണ്. ഫ്രഞ്ച് വിപ്ലവം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. നിങ്ങൾക്ക് ഓർക്കാനായിട്ട് എളുപ്പമുള്ള വർഷമാണ്. ഒന്ന് കഴിഞ്ഞ് പിന്നെ 7, 8, 9. 1789. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിലെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു വിപ്ലവം നടക്കാനായിട്ട്. സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ, അങ്ങനെ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൽ ബൂർബൺ മൊണാർക്കിയും അവിടുത്തെ കോമൺ പീപ്പിളും തമ്മിൽ നടന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ടായിട്ട് അവിടെ ഒരു ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്, 3 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം. അവിടെ ഒരു ദ പാലസ് ഓഫ് വെർസാലിസ് കൊട്ടാരമാണ് കാണിച്ചിരിക്കുന്നത്. ബൂർബൺ രാജാക്കന്മാർ താമസിച്ചിരുന്ന വെർസാലിസ് കൊട്ടാരമാണത്. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് പേരുടെ കാര്യങ്ങളുണ്ട്. അത് കുറച്ച് പേരുടെ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്. അത് ലൂയി 14, പിന്നെ 15, പിന്നെ ലൂയി 16, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മേരി ആൻറ്റോണിയറ്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലൂയി 14 എന്താണ് പറഞ്ഞത്? ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം. ഗോഡ് ഹാസ് ഗിവൺ അബ്സല്യൂട്ട് പവർ ടു ദ കിങ് ഓവർ ഹിസ് സബ്ജക്ട്സ് ആൻഡ് ഓൺലി ഗോഡ് ഹാസ് ദ അതോറിറ്റി ടു ക്വസ്റ്റ്യൻ ഹിം. അപ്പോൾ ഇവർ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? രാജാധികാരം എന്ന് പറഞ്ഞാൽ ദൈവദത്തമാണ്, ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അധികാരം രാജാവിന് കൊടുത്തത് ദൈവമാണെന്നും, പിന്നെ ഗോഡ് ഹാസ് ഗിവൺ ദ അബ്സല്യൂട്ട് പവർ ടു ദ കിങ്സ് ഓവർ ഹിസ് സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രജകളാണ്. പ്രജകൾക്ക് മേലുള്ള എല്ലാ അധികാരവും ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആൻഡ് ഓൺലി ഗോഡ് ഹാസ് ദ അതോറിറ്റി ടു ക്വസ്റ്റ്യൻ ഹിം. രാജാവിനെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമില്ല, മറിച്ച് ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. അപ്പോൾ രാജാവ് പരമാധികാരിയാണ്. അടുത്തത് നോക്കുക. ലൂയി 15 പറഞ്ഞത് ആഫ്റ്റർ മീ ദ ഡെല്യൂഗ് എന്ന് വെച്ചാൽ എനിക്ക് ശേഷം പ്രളയം. അതായത് ഞാനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അടുത്തത് മേരി ആൻറ്റോണിയറ്റ് എന്താണ് പറഞ്ഞത്? വിപ്ലവത്തിൻ്റെ സമയത്ത് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞ വാക്കാണിത്. ഇഫ് ദേ കാൺട്ട് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. അവർക്ക് കഴിക്കാനായിട്ട് ബ്രെഡ് ഇല്ലെങ്കിൽ അവരെന്താണ്? കേക്ക് കഴിക്കട്ടെ. കാരണം അവർക്ക് സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അവരങ്ങനെയാണ്. അവർ കൊട്ടാരത്തിൽ ബ്രെഡ് ഇല്ലെങ്കിൽ അവർ കേക്ക് കഴിക്കും. അങ്ങനെ ആഡംബരമായിട്ടുള്ള ലൈഫായിരുന്നു അവരുടെ. അവർക്ക് ഈ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഫ്രാൻസിലെ രാജാക്കന്മാരുടെ അവസ്ഥയും ജനങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലായല്ലോ. രാജാക്കന്മാർ വളരെ എക്സ്ട്രാവാഗൻ്റ് ആയിട്ടുള്ള ലൈഫായിരുന്നു അവർ ജീവിച്ചിരുന്നത്. സാധാരണക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ഇതൊക്കെ തന്നെയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം. നമുക്ക് നോക്കാം. The statements made by the rulers of France in the 17th and 18th century and the picture of the Versailles Palace was the center of their power are given. What all information do you gather from these statements on the system of the rule that existed in France then? ഇത്രയൊക്കെ കാണുമ്പോഴത്തേക്കിനും ഇപ്പം കാണിച്ചിരിക്കുന്ന പിക്ചറിലൊക്കെ വെച്ചിട്ട് ഫ്രാൻസിന് അന്നത്തെ അവസ്ഥയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന്, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവിടെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു റൂളായിരുന്നു ഉണ്ടായിരുന്നത്, ഏകാധിപത്യമായിട്ടുള്ളൊരു ഭരണം. റൂളേഴ്സ് വേർ സ്ക്വാണ്ടേഴ്സ്. അപ്പം രാജാക്കന്മാരെന്ന് വെച്ചാൽ പിന്നെ വളരെ ദൂർത്തടിച്ചിട്ട് ജനങ്ങളുടെ പൈസയൊക്കെ ദൂർത്തടിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. വാട്ട് കുഡ് ബി ദ പ്ലൈറ്റ് ഓഫ് ദ പീപ്പിൾ അണ്ടർ സച്ച് റൂൾ? ദ ഫോളോയിങ് ലൈൻസ് പോയിൻറ്റ് ടുവേർഡ്സ് ഇറ്റ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ജനങ്ങളുടെ പ്ലൈറ്റ് എന്ന് വെച്ചാൽ അവസ്ഥ, അവരുടെ ഇങ്ങനെയൊരു ഭരണത്തിൻ്റെ കീഴിൽ ജനങ്ങളുടെ അവസ്ഥ എന്താണ് നോക്കുക. ഇൻ ഫ്രാൻസ് 9/10 ഓഫ് ദ പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹങ്കർ ആൻഡ് 1/10 ഓഫ് ഇൻഡൈജഷൻ. അതായത് ഫ്രാൻസിൽ 10/9 വിഭാഗം ജനങ്ങളും പോപ്പുലേഷനും എന്താണ്? വിശപ്പ് കൊണ്ടാണ്,
പട്ടിണി മൂലമാണ് മരിച്ചതെങ്കിൽ 1/10 എന്ന് പറയുന്നത് ഒരു വിഭാഗം ജനങ്ങൾ എങ്ങനെയാണ് ഡൈജഷൻ ഇല്ലാതെ ജീർണിക്കാതെയാണ് അവർ മരിച്ചത്. എന്ന് വെച്ചാൽ അവർക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, നല്ല എക്സ്ട്രാവാഗൻ ലൈഫായിരുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി. പക്ഷേ സാധാരണ ജനങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടേയിരുന്നു. ഇൻഡൈജഷനിലാണ് 1/10 മരിച്ചതെങ്കിൽ 1/10 ഓഫ് ദ പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ദി ഹങ്കർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിലെ രാജാക്കന്മാർക്കൊരു ലക്ഷൂറിയസ് ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. റൂളേഴ്സ് സ്ക്വാണ്ടറേഴ്സ് ആയിരുന്നു, ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു. അങ്ങനെ സാധാരണ ജനങ്ങൾ വളരെ മിസറിയിലാണ്, എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിലാണ് ജീവിച്ചിരുന്നത്. It is clear from this that while the majority in France lived in misery, a minority, including the rulers, led a life of luxury and extravagance. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫ്രാൻസിലെ സാധാരണപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ, അതായത് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിയപ്പോഴത്തേക്കിനും ഭരണാധികാരികൾ ഒരു ലൈഫ് ഓഫ് ലക്ഷറി ആൻഡ് എക്സ്ട്രാവഗൻസ്, വളരെ ആഡംബരപൂർവ്വമായിട്ടും ദൂർത്തടിച്ചൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. ദിസ് സിറ്റുവേഷൻ വാസ് ദ റിസൾട്ട് ഓഫ് ദി സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ്. ഈ അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വമാണ്. The French society was divided into 3 strata and they were known as estates. അപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് 3 തട്ടായിട്ടാണ് വിഭജിച്ചിരുന്നത്. അതിനെ നമ്മൾ എസ്റ്റേറ്റുകൾ എന്നാണ് പറയപ്പെടുന്നത്. യു ക്യാൻ ഫൈൻഡ് മോർ ഇൻഫർമേഷൻ ഓൺ ദി ഫ്രഞ്ച് സൊസൈറ്റി ഫ്രം ദി ഗിവൺ ചാർട്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിൽ നിന്ന് നമുക്ക് ഫ്രഞ്ച് സൊസൈറ്റീനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജിയാണ്, രണ്ടാമത്തെ എസ്റ്റേറ്റ് നൊബിലിറ്റി, മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണ്. എളുപ്പത്തിന് വേണ്ടി ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതിയാണ്. ക്ലർജി, നൊബിലിറ്റി എന്ന് പറയുന്ന ഈ 2 വിഭാഗം ആൾക്കാർക്കും അവർക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ അത് പ്രഭുക്കന്മാരും പുരോഹിതന്മാരുമാണ്. മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അവരെപ്പോഴും ടാക്സ് അടയ്ക്കേണ്ടി വന്നിരുന്നു. തിതെ, തൈലെ അങ്ങനെ 2-3 തരം ടാക്സുകൾ അവർ അടയ്ക്കേണ്ടി വന്നിരുന്നു. നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് 1789 ബൂർബൺ മൊണാർക്കിയും കോമൺ പീപ്പിളും തമ്മിലുള്ളൊരു യുദ്ധമായിരുന്നു ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ട 2-3 പേരുടെ പേരുകൾ. പിന്നെ അവിടെ റൂളേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു, ലക്ഷൂറിയസ് ലൈഫായിരുന്നു, അവർ റൂളേഴ്സ് സ്ക്വാണ്ടറേഴ്സ് ആയിരുന്നു. പീപ്പിൾ, സാധാരണ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു, പട്ടിണിയിലായിരുന്നു അവർ. വീണ്ടും നമുക്ക് ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ നോക്കാം. ഫ്രഞ്ച് സൊസൈറ്റി, ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി, തേർഡ് എസ്റ്റേറ്റ് മിഡിൽ ക്ലാസ്. ക്ലർജി എന്ന് വെച്ചാൽ പുരോഹിതന്മാർ, നൊബിലിറ്റി പ്രഭുക്കന്മാർ, മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ മധ്യവർത്തികൾ, മിഡിൽ ക്ലാസ്. ഫസ്റ്റ് എസ്റ്റേറ്റിന് അവരുടെ പൊസിഷൻ നോക്കുക. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, അവർക്ക് ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. കളക്റ്റഡ് ദ ടാക്സ് കോൾഡ് തിതെ ഫ്രം ദി ഫാമേഴ്സ്, കർഷകരിൽ നിന്നും തിതെ എന്ന് പറഞ്ഞ ടാക്സ് അവർ പിരിച്ചെടുത്തു. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, ഈ ഫസ്റ്റ് എസ്റ്റേറ്റിൻ്റെ അവരനുഭവിച്ചിരുന്ന സൗജന്യം എന്ന് പറയുന്നത് അവരെല്ലാ ടാക്സുകളിൽ നിന്നും മുക്തരായിരുന്നു. കൺട്രോൾ ഹയർ പൊസിഷൻ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്, മാത്രമല്ല ടാക്സിൽ നിന്നും ഒഴിവാക്കിയത് മാത്രമല്ല ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും നമ്മുടെ പട്ടാള സേവനങ്ങളിലും മിലിറ്ററി സർവീസിലൊക്കെ അവർക്ക് നല്ല പൊസിഷനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പൊസിഷൻ കൺട്രോൾ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ഇനി സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി, അവരെന്ന് വെച്ചാൽ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസ്, അവരിതുപോലെ മിലിറ്ററി പട്ടാള സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ദി ഫാമേഴ്സ്, അവരും പലതരത്തിലുള്ള ടാക്സുകൾ കർഷകരിൽ നിന്നും പിരിച്ചെടുത്തു.
മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്, വേതനം കൊടുക്കാതെ കൃഷിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. നൊബിലിറ്റി, അവരനുഭവിച്ചിരുന്ന സൗജന്യം എന്ന് പറയുന്നത് അവരെയും എല്ലാ ടാക്സിൽ നിന്നും അവർ വിട്ടുനിന്നു, അവരെ മാറ്റി നിർത്തി. അവർ വളരെ ആഡംബരമായിട്ടുള്ള ജീവിതമാണ്, അല്ലെ ലക്ഷൂറിയസ് ലൈഫ്. ഒരുപാട് ഭൂമി അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്സ്, ഈ ഭൂമിയിലാണ് ഇവരെന്ത് ചെയ്തത്, സാധാരണക്കാരെ കൊണ്ട് എന്താ വേതനമൊന്നും കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ചു. കൂടാതെ കർഷകരുടെ അടുത്ത് നിന്ന് ധാരാളം പണം അവർ പിരിച്ചെടുത്തു ടാക്സിൻ്റെ പേരിൽ നിന്നും. ഇനി വരുന്നത് തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാരാണ്, മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിലാരൊക്കെയാണ് ഉണ്ടായിരുന്നത്? മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, വ്യാപാരികൾ, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, പിന്നെ ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മെൻ. ഇത്രയും പേരാണ് തേർഡ് എസ്റ്റേറ്റ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഈ തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ട ഈ മധ്യവർത്തികൾക്ക് അവർക്ക് അവരുടെ സിറ്റുവേഷൻ, നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ, ഭരണകാര്യങ്ങളിൽ അവർക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല, അവർക്ക് അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി തൈലേ ടു ദി ഗവൺമെൻറ്, അവരെന്താണ് ഭൂനികുതി, പ്രധാനപ്പെട്ട ഭൂനികുതിയായ തൈലേ എന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ടി വന്നു. സൊസൈറ്റിയിൽ അവരുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരുന്നു. പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് ദി നോബിൾസ്, അപ്പോൾ ക്ലർജിക്കും നോബിൾസിനും ധാരാളം ടാക്സുകൾ ഇവർ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഫ്രഞ്ച് സൊസൈറ്റി നമ്മൾ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, എല്ലാ സൗജന്യങ്ങളും അനുഭവിച്ചിരുന്നവരാണ് ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ ചാർട്ട് നോക്കിയിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ചാർട്ട് നോക്കുക, നന്നായിട്ട് വിശകലനം ചെയ്തിട്ട് ഇവിടെ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് എസ്റ്റേറ്റ് എൻജോയ്ഡ് ഹയർ പ്രിവിലേജ് ആൻഡ് സ്റ്റാറ്റസ് ആൻഡ് ലെഡ് എ ലക്ഷൂറിയസ് ലൈഫ് ഇൻ ഫ്രാൻസ്? ആരാണ് ഹയർ സോഷ്യൽ പ്രിവിലേജ് ലഭിച്ചിരുന്നത് ഫ്രാൻസിൽ? ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ആരാണ് ലീഡ് ചെയ്തിരുന്നത്? പിന്നെ ടു വിച്ച് എസ്റ്റേറ്റ് ഡിഡ് ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ബിലോങ്? ഏത് എസ്റ്റേറ്റിലാണ് മെജോറിറ്റി ആയിട്ടുള്ള പീപ്പിൾ എല്ലാം ഉണ്ടായിരുന്നത്? വിച്ച് എസ്റ്റേറ്റ് എക്സ്പ്ലോയിറ്റഡ് ദ കോമൺ പീപ്പിൾ ആൻഡ് അക്യുമുലേറ്റഡ് ദി വെൽത്ത്? ഏത് എസ്റ്റേറ്റാണ് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് സ്വത്തൊക്കെ സമ്പാദിച്ചത്? പിന്നെ വിച്ച് എസ്റ്റേറ്റ് ഡിസൈഡ് എ ചേഞ്ച് ഇൻ ദി സിസ്റ്റം വൈ? ഏത് എസ്റ്റേറ്റാണ് അന്ന് നിലനിന്നിരുന്ന സിസ്റ്റത്തിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ തനിയെ എഴുതേണ്ടതാണ്. മനസ്സിലായി കാണും ഇപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക്. ഇനി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ചില ചിന്തകന്മാരുടെ ആശയങ്ങളൊക്കെ അവർക്ക് പ്രചോദനം കൊടുത്തിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ജോൺ ലോക്ക് അല്ലേ, ഓർക്കുന്നുണ്ടോ? തോമസ് പെയിൻ, പിന്നെ ജെയിംസ് ഓട്ടിസ്. അങ്ങനെ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ സ്ലോഗനൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെയും നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനും ചില ഐഡിയോളജീസൊക്കെ ഫ്രഞ്ച് റെവല്യൂഷനെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. വേരിയസ് തിങ്കേഴ്സ് ആൻഡ് സ്ട്രീംസ് ഓഫ് തോട്ട്സ് ഇൻ ഫ്രാൻസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മേക്കിംഗ് ദ പീപ്പിൾ അവെയർ ഓഫ് ദി ഇൻഇക്വാലിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ പല ചിന്തകന്മാരും ഫ്രഞ്ച് റെവല്യൂഷനിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫ്രാൻസിലുണ്ടായിരുന്ന ഇൻഇക്വാലിറ്റീസും അസമത്വങ്ങളും ചൂഷണങ്ങൾക്കുമൊക്കെ എതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കാനായിട്ട് പ്രചോദകരായിട്ടുണ്ട്. ലെറ്റ് us ലേൺ മോർ അബൌട്ട് ദീസ് തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജീസ്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഈ ചിന്തകന്മാർ ആരാണ്, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യക്തിയുടെ പേരിവിടെ കൊടുത്തിരിക്കുന്നത് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. വോൾട്ടയർ 1, റൂസോ 2, മോണ്ടസ്ക്യൂ 3. അപ്പോൾ ഫ്രഞ്ച് ചിന്തകന്മാർ. ഹൂ ആർ ദ ഫ്രഞ്ച് ഐഡിയോളജീസ് ദാറ്റ് ഇൻസ്പയർഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ? ഫസ്റ്റ് വൺ, വോൾട്ടയർ റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ക്ലർജി. അതായത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ ഒക്കെ അവർ എന്ത് ചെയ്തു? കളിയാക്കി. റിഡിക്യൂൾഡ് ദ
എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ക്ലർജി. അദ്ദേഹം പരിഹസിച്ചു, ക്ലർജിയുടെ എക്സ്പ്ലോയിറ്റേഷനെ പരിഹസിച്ചു. പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഹ്യൂമാനിറ്റി, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം. അദ്ദേഹം എന്താ പ്രൊമോട്ട് ചെയ്തത്? റാഷണൽ തിങ്കിങ്, യുക്തിപരമായ ചിന്തയും, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം. വോൾട്ടയർ പറഞ്ഞ കാര്യങ്ങളാണ്. റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ക്ലർജി, പ്രൊമോട്ടഡ് ദി റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം. ദ നെക്സ്റ്റ് വൺ, റൂസോ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സ്പെൽഡ് ഔട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഫ്രീഡം. റൂസോ spelled out the importance of the freedom with the statement, man is born free but everywhere he is in chains. അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞു. അദ്ദേഹം ഇതാണ് പറഞ്ഞത്, man is born free. ജനങ്ങൾ എല്ലായിടത്തും, ജനങ്ങൾ എന്താണ്? സ്വതന്ത്രനായിട്ടാണ്, മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നതെങ്കിലും അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ വാതായനം തുറന്നിട്ടു മനുഷ്യരുടെ മുന്നിലേക്ക്. നിങ്ങൾ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ നിങ്ങൾ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ ആശയമായിരുന്നു അത്. ഡിക്ലെയർഡ് ദാറ്റ് പീപ്പിൾ ആർ സോവറിൻ. അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്കാണ് പരമാധികാരം, ജനങ്ങളാണ് പരമാധികാരികൾ. അതായത് ജനങ്ങൾ വിചാരിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുമെന്നുള്ള ഒരു ചിന്ത ജനങ്ങളിലേക്ക് അദ്ദേഹം കൊടുത്തു. മോണ്ടസ്ക്യൂ അദ്ദേഹം എന്താണ് പറഞ്ഞത്? എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. അതായത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെയാണ് അദ്ദേഹം എൻകറേജ് ചെയ്തത്, പ്രചോദനം കൊടുത്തത്. സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവർ ഓഫ് ദി ഗവൺമെൻറ് ഇൻറ്റു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ എന്താണ്? അധികാര വിഭജനം 3 തട്ടിലേക്ക്. ഗവൺമെൻറ്റിൻ്റെ അധികാരം ലെജിസ്ലേച്ചർ എന്നും എക്സിക്യൂട്ടീവ് എന്നും ജുഡീഷ്യറി എന്നും. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ലെജിസ്ലേച്ചർ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണം, ജുഡീഷ്യറി നീതിന്യായ നിർവഹണം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ തട്ടിലേക്ക് ഗവൺമെൻറ്റിൻ്റെ അധികാരം ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്ന് മോണ്ടസ്ക്യൂ പറഞ്ഞു. ഈ 3 പേരുടെയും ചിന്തകൾ ഫ്രഞ്ച് വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദി ലീഡ്. അപ്പം 3ാമത്തെ എസ്റ്റേറ്റ് ലീഡ് ചെയ്ത് വരുന്നു. 3ാമത്തെ എസ്റ്റേറ്റ് ഫ്രഞ്ച് റെവല്യൂഷന് കാരണമായിട്ടുള്ള ഇക്കണോമിക് റീസൺസ് ആണ് ഇവിടെ പറയുന്നത്. വാട്ട് ആർ ദ ഇക്കണോമിക് റീസൺ ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഭാഗമാണിത്. അപ്പം രാജാക്കന്മാരുടെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫിലൊക്കെ ജനങ്ങൾ സഹികെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ ലീഡെടുത്ത് വരികയാണ്. ദി ലക്ഷറിയസ് ലൈഫ് ആൻഡ് സ്ക്വാണ്ടർ ഓഫ് ദി ബൂർബൺ കിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബൂർബൺ കിങ്സും സാധാരണ ജനങ്ങളും തമ്മിലുള്ളൊരു യുദ്ധമാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷറിയസ് ലൈഫ് ആൻഡ് സ്ക്വാണ്ടർ ഓഫ് ദി ബൂർബൺ കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സ് ആൻഡ് ദി ഫ്രീക്വൻറ്റ് വാർസ് ദേ വേജ്ഡ് അലോങ് വിത്ത് ദി ഫ്രീക്വൻറ്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ ബ്രോഡ് ഫ്രാൻസ് ടു ദി ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബൂർബൺ രാജാക്കന്മാരുടെ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫും പിന്നെ ക്ലർജിയും ലോർഡ്സും ഒക്കെ ഫ്രീക്വൻ്റായിട്ട് നടത്തിയ യുദ്ധങ്ങളും തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഡ്രോട്ട് എന്ന് വെച്ചാൽ വരൾച്ചയും ക്രോപ്പ് ഫെയിലിയർ കൃഷിനാശവും ഇതൊക്കെ ഫ്രാൻസിനെ കടത്തിലേക്ക് കൊണ്ടുപോയി. ബാങ്ക്രപ്സി എന്ന് വെച്ചാൽ കടമാണ്, പൊതുകടം കൂടി. The financial and military assistance given to American colonies in the American War of Independence also aggravated the financial crisis in France. അപ്പം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും, ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള സഹായവും മിലിറ്ററിക്കും സഹായം കൊടുത്തിരുന്നു. മിലിറ്ററി അസിസ്റ്റൻസും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അമേരിക്കൻ കോളനീസിൽ ഇവർ കൊടുത്തിരുന്നു. ഇതൊക്കെ കൂടി ഫ്രാൻസിനെ കൂടുതൽ ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചു. ടു ലെവി ന്യൂ ടാക്സ് അപ്പോൺ കോമണേഴ്സ്. അപ്പം രാജാക്കന്മാരുടെ ഖജനാവിൽ പണമില്ലെങ്കിൽ പിന്നെന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നും കരം പിരിക്കുക, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ടു ലെവി ന്യൂ ടാക്സസ് അപ്പോൺ കോമണേഴ്സ്. ലൂയിസ്
16, ലൂയിസ് 16 summoned the States General, the Legislative Assembly, from all the three estates in 1789. അപ്പം ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ ജനപ്രതിനിധി സഭ, അതാണ് സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത്, ഈ ജനപ്രതിനിധി സഭയെ ലൂയി 16 വിളിച്ചു ചേർത്തു. അത് ജനപ്രതിനിധി സഭ എന്ന് പറയുന്നത് ഫ്രം ഓൾ ദി 3 എസ്റ്റേറ്റ്, അത് 3 എസ്റ്റേറ്റുകളെയും ആണ് ജനപ്രതിനിധി സഭയിൽ ഉൾപ്പെടുന്നത്. വിളിച്ചു ചേർത്തത് 1789 വിളിച്ചു ചേർത്തത്. അത് സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്ത ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ് പെട്ട ആൾക്കാർ, സെക്കൻഡ് എസ്റ്റേറ്റിൽ, തേർഡ് എസ്റ്റേറ്റിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ വന്നിരിക്കുന്നതാണ്. Similar to the French society, the States General also had 3 estates. അപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി എന്ന് പറയുന്നത് 3 തട്ടായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ജനറലിനും ഉണ്ടായിരുന്നു 3 തട്ടുകൾ. Traditionally, each estate would vote as a group and had 1 vote. അപ്പോൾ പരമ്പരാഗതമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ടേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എത്ര പേരുണ്ടെങ്കിലും ഒരു വോട്ട്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ എത്ര പേരുണ്ടെങ്കിലും ഒരു വോട്ട്, മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരിക്കും ജനങ്ങൾ കൂടുതലെങ്കിൽ അവർക്ക് എല്ലാം കൂടി ഒരൊറ്റ വോട്ടേ ഉള്ളൂ. ഇതായിരുന്നു അവസ്ഥ. ഓരോരുത്തർക്കും ഓരോ വോട്ടെന്ന് പറഞ്ഞ സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നില്ല. ആസ് എ റിസൾട്ട്, ദ നൊബിലിറ്റി ആൻഡ് ക്ലർജി കുഡ് ഓൾവേസ് ഓവർറൂൾ ദി തേർഡ് എസ്റ്റേറ്റ്. അപ്പോൾ സാധാരണ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഈ 3 പേരും കൂടെ വന്നിട്ട് ഈ 2 പേര്, ആദ്യത്തെ 2 എസ്റ്റേറ്റ് ഒരുമിച്ച് നിന്നിട്ട് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ഔട്ട് ചെയ്യും, ഓവർറൂൾ ചെയ്യും. The first 2 estates argued for a state-wise single voting system, while the third estate demanded individual vote for each members in all the 3 estates. അപ്പം ഫസ്റ്റ് എസ്റ്റേറ്റ് എന്താണ് ആർഗ്യൂ ചെയ്തത്? എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിങ് മതി. അപ്പോൾ എസ്റ്റേറ്റ് വൈസ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ എസ്റ്റേറ്റിന് ഒരു വോട്ട്, രണ്ടാമത്തെ എസ്റ്റേറ്റിന് ഒരു വോട്ട്, അത് മതി എന്നാണ് ഫസ്റ്റ് 2 എസ്റ്റേറ്റുകളും അഭിപ്രായപ്പെട്ടത്. മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാർ എന്താ ഡിമാൻഡ് ചെയ്തത്? അവർ എണ്ണത്തിൽ കൂടുതലായിരുന്നു. അവരതുകൊണ്ട് എന്താ ഡിമാൻഡ് ചെയ്തു? ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ദി 3 എസ്റ്റേറ്റ്. 3 എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാർക്കും എല്ലാവർക്കും ഓരോരുത്തരും ഓരോ വോട്ട് ചെയ്യട്ടെ എന്ന് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ പറഞ്ഞു. എന്ന് വെച്ചാൽ കോമൺ പീപ്പിൾ, അവർക്ക് അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു അവർ. അപ്പോൾ നമ്മൾ നോക്കുക, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തപ്പോഴത്തേക്കിനും ഫസ്റ്റ് എസ്റ്റേറ്റ് എക്സാമിൻ ദ മെമ്പർഷിപ്പ് സ്ട്രെങ്ത് ഓഫ് ദി ഈച്ച് എസ്റ്റേറ്റ് ഗിവൺ ഇൻ ദി ടേബിൾ ബിലോ, റിലേറ്റ് ഇറ്റ് വിത്ത് ദ ഡിമാൻഡ് റിഗാർഡിംഗ് ദ വോട്ടിംഗ് സിസ്റ്റം. അപ്പോൾ അവരുടെ വോട്ടിംഗ് സിസ്റ്റത്തിലെ ഡിമാൻഡ് ഈ ഇത് നോക്കിയിട്ടൊന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റിൽ 285 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് എസ്റ്റേറ്റിൽ 308 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. തേർഡ് എസ്റ്റേറ്റിൽ 621 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പം ഫസ്റ്റ് 2 എസ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്തത് ഈ 2 പേർക്കും കൂടി എന്താണ്, 2 എസ്റ്റേറ്റ്, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി. മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞ എന്താണ്, അത് വേണ്ട, ഞങ്ങൾ 3 എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാർക്കും ഓരോരുത്തർക്കും ഓരോ വോട്ട് വീതം കൊടുക്കണമെന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്, ഏതാണെന്ന് ഓർമ്മയില്ല, ഇതിലേതോ ഒരു എസ്റ്റേറ്റിൽ എത്രയായിരുന്നു അതിൻ്റെ നമ്പറെന്ന് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൽ ചോദിച്ചതാണ്, നിങ്ങളത് പഠിക്കണം. ഫസ്റ്റ് എസ്റ്റേറ്റ് 285, സെക്കൻഡ് എസ്റ്റേറ്റ് 308, തേർഡ് എസ്റ്റേറ്റ് 621. വൈൽ ദ ആർഗ്യുമെൻറ്റ്സ് വെൻറ്റ് ഓൺ, അപ്പോൾ ഈ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും the members of the third estate declared themselves as the National Assembly of the France. ഫ്രാൻസിലെ എന്താണ് തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാരൊക്കെ അവർ തന്നെ നാഷണൽ അസംബ്ലി ആണെന്ന് ഡിക്ലെയർ ചെയ്തു. They assembled in tennis court nearby and swore not to leave until they had framed a constitution of
ഫ്രാൻസ്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ അവർ സംഘടിച്ചിട്ട് അവരെന്ത് പറഞ്ഞു, ഫ്രാൻസിനൊരു ഭരണഘടന ഫ്രെയിം ചെയ്യുന്നിടം വരെ അവരിവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞു. ദിസ് ഈവൻറ്റ് ഈസ് നോൺ ആസ് ദി ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട്. വാട്ട് ഈസ് നോൺ ആസ് ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട്? അപ്പോൾ ഇത് വാട്ട് ഈസ് നോൺ ആസ് ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ടിൻ്റെ ആൻസറാണ്. വൈൽ ആർഗ്യുമെൻറ്റ്സ് വെൻറ്റ് ഓൺ, the members of the third estate declared themselves as the National Assembly of France. They assembled in the tennis court nearby and swore not to leave until they had framed a constitution of France. This event is known as the tennis court oath അല്ലെങ്കിൽ oath of tennis court. oath of tennis courtനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമുക്കൊന്ന് ചാർട്ടിൻ്റെ സഹായത്തോടുകൂടി നോക്കാം. ഫസ്റ്റ്, July 14, 1789. 14th July 1789. Revolutionaries stormed with the slogan "Liberty, Equality and Fraternity," demolished the Bastille prison, the symbol of Bourbon monarchy. This event is considered as the commencement of the French Revolution. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആരംഭം എന്ന് കണക്കാക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, വിപ്ലവകാരികൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാസ്റ്റൈൽ ജയിൽ, അതായത് ബൂർബൺ മൊണാർക്കിയുടെ ഒരു പ്രതീകമായിരുന്ന ബാസ്റ്റൺ ജയിൽ അവർ തകർത്തു. അതൊരു വലിയൊരു സംഭവമായിരുന്നു. 12 ഓഗസ്റ്റ് 1789 നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ, മനുഷ്യാവകാശ പ്രഖ്യാപനം, പൗരന്മാരുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ദേശീയ അസംബ്ലി. ഒക്ടോബർ 1789 thousands of women marched from Paris to the Palace of Versailles with the slogan "Give us bread," ഞങ്ങൾക്ക് ബ്രെഡ് തരൂ എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് സ്ത്രീകൾ പാരീസിൽ നിന്നും വെർസാലേസ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. 1789 ഒക്ടോബറിൽ. അപ്പോഴാണ് മേരി ആൻറ്റോണിയറ്റ് ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ കേക്ക് കഴിച്ചുകൂടെയെന്ന്. സെപ്റ്റംബർ 1792 നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലെയിംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. അപ്പം പുതിയ ഭരണഘടന അനുസരിച്ചുണ്ടായ നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്രയും സംഭവവികാസങ്ങൾ അവിടെ നടന്നു. അതിനുശേഷം പിന്നെ ഫ്രാൻസ് സമാധാനപരമായിട്ട് പോകുന്ന ഒരു അവസരത്തിൽ ഇടയ്ക്ക് ചെറിയ പ്രശ്നം, ഒരു ഭീകരവാഴ്ച അവിടെ ഉണ്ടായി. എന്താണ് ഭീകരവാഴ്ചയിൽ ഒരു ചിത്രം കാണിച്ചിരിക്കുന്നുണ്ടോ? ഗില്ലറ്റിൻ എന്നാണ് ആ വസ്തുവിൻ്റെ പേര്. ഇതൊരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിൻ്റെ മുകളിൽ ഒരു ബ്ലേഡ് പോലത്തെ ഒരു വസ്തു കാണും. വിപ്ലവത്തിന് എതിരായിട്ട് നിൽക്കുന്ന വസ്തുക്കളൊക്കെ അവരത് വലിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഇത് അവരുടെ തല വിച്ഛേദം ചെയ്യും. എന്നിട്ട് താഴെ കാണുന്ന ബക്കറ്റിലേക്ക് തല വീഴും. വിപ്ലവത്തിനെതിരെ നിന്നവരെല്ലാവരും ഇങ്ങനെ കൊന്നൊടുക്കി. അപ്പോൾ ഫ്രാൻസിൻ്റെ പല കോളനികളിലും ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇത് ലീഗലി അബോളിഷ് ചെയ്യുകയാണ് ഉണ്ടായത്. ഫ്രാൻസിൽ, സ്വീഡൻ, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിലില്ല. In July 1793, a committee of public safety was constituted to control the internal affairs of France. 1793 ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റിക്ക് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു കൺട്രോൾ ടു ദി ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ദ ഫ്രാൻസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ഒരു പബ്ലിക് സേഫ്റ്റി കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഇത് നയിച്ചിരുന്നത് റോബോസ്പിയർ ലെഡ് ദി കമ്മിറ്റി. റോബോസ്പിയർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കമ്മിറ്റി നയിച്ചിരുന്നത്. ഇൻ വിച്ച് ലീഡേഴ്സ് ലൈക്ക് മിറാബോ, ഡാൻറ്റൺ എക്സെട്ര വർ മെമ്പേഴ്സ്. അത് 2 അംഗങ്ങളാണ്, മിറാബോ, ഡാൻറ്റൺ. അവരെന്താണ് ചെയ്തിരുന്നത്? യൂസിങ് ഗില്ലറ്റിൻ ദേ ഡിഡ് മാസ് എക്സിക്യൂഷൻസ് ഓഫ് സസ്പെക്റ്റഡ് എനിമീസ് ഓഫ് ദി റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിന് എതിരായിട്ട് നിന്നവരെയൊക്കെ ഇവരെന്ത് ചെയ്തു? മാസ് എക്സിക്യൂഷൻ നടത്തി, കൂട്ടക്കൊലപാതകങ്ങൾ നടത്തി. എ ലോട്ട് ഓഫ് നോബിൾസ് ആൻഡ് ക്ലർജി, ഒരുപാട് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും, അതിൽ പിന്നെന്താണ്, ഇൻക്ലൂഡിങ് ലൂയിസ് 16 ആൻഡ് ഹിസ് വൈഫ് മേരി ആൻറ്റോണിറ്റ് വർ കിൽഡ്. ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് അവരെയൊക്കെ കൊന്നത്. അറ്റ് ലാസ്റ്റ് റോബോസ്പിയർ വാസ് ഓൾസോ എക്സിക്യൂട്ടഡ്. അവസാനം ഈ ഇത് ചെയ്തുകൊണ്ടിരുന്ന റോബോസ്പിയറിനെ വരെ അതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്തു. ദ റെയിൻ ലാസ്റ്റഡ് അൺടിൽ July 1794 and this is known as the reign of terror. ഈ അവസ്ഥ 1794
1894 ഏകദേശം ഒരു വർഷക്കാലത്തോളം നിലനിന്നു ഇതിനെ എന്ന് പറയുന്നത് റെയിൻ ഓഫ് ടെറർ എന്നാണ്, അല്ലെങ്കിൽ എന്താണ്, ഭീകരവാഴ്ച എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ ഫ്രം ഫ്രാൻസ് ടു അതർ നേഷൻസ്. അപ്പോൾ വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് ദി യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിൽ മറ്റെല്ലായിടത്തും എന്താണ് അവർക്ക് ജലദോഷം വരുമെന്നാണ് പറയുന്നത്. അത് ഫ്രാൻസിൻ്റെ പവറിനെ കാണിക്കുന്നതാണത്. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നമ്മളത് പഠിക്കേണ്ടതാണ്, നോട്ടിൽ എഴുതണം. സ്റ്റിമുലേറ്റഡ് ഓൾ ദി ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദി വേൾഡ്. നമ്മളുടെ അമേരിക്കൻ വിപ്ലവത്തെ പോലെ തന്നെ ലോകത്തെ മറ്റെല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനം നൽകി. എൻറ്റർഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രട്ടൻഡ് ദി ഓട്ടോക്രാറ്റിക് റൂൾ. അവിടുത്തെ യൂറോപ്പിലുണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റത്തിന് ഒരവസാനം കൊണ്ടുവരികയും ഏകാധിപത്യ ഭരണത്തിന് ഒരു അറുതി വരുത്തുകയും ചെയ്തു. അവർക്കൊരു പേടിയായി. പ്രൊക്ലെയിംഡ് ദ നേഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദി പീപ്പിൾ. രാഷ്ട്രമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭൂപ്രദേശം മാത്രമൊന്നുമല്ല, അത് ജനങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു. കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവറനിറ്റി. ജനങ്ങൾക്ക് പരമാധികാരം എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നു. ലെറ്റ് ദി എമർജൻസ് ഓഫ് നാഷണലിസം. ദേശീയത ആവിർഭവിച്ചു. ഹെൽപ്പ് ദി ഗ്രോത്ത് ഓഫ് ദി മിഡിൽ ക്ലാസ്. മധ്യവർത്തിയുടെ വളർച്ച വികസനത്തിന് വഴിതെളിച്ചു. സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് നമ്മൾ ഈ പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ 3, സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഐഡിയാസ് ഫ്രഞ്ച് റവല്യൂഷനിലൂടെ സ്പ്രെഡ് ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇന്ത്യ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമ്മളത് കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ടിപ്പു സുൽത്താൻ ദ റൂളർ ഓഫ് മൈസൂർ. അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഹി ട്രീറ്റഡ് ദ അലയൻസ് വിത്ത് ദി ഫ്രഞ്ച് ആൻഡ് ദി സ്ട്രാറ്റജി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഫ്രാൻസുമായിട്ട് സഖ്യം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ടുള്ളൊരു സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി. ഹി അഡോപ്റ്റഡ് ദ നെയിം സിറ്റിസൺ ടിപ്പു ആൻഡ് പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി അറ്റ് ശ്രീരംഗപട്ടണം, ഹിസ് ക്യാപിറ്റൽ. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ശ്രീരംഗപട്ടണത്തിൽ ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞൊരു മരം അദ്ദേഹം നട്ടു. സിറ്റിസൺ ടിപ്പു എന്ന് പറഞ്ഞ പേര് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. അതൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ റിസൾട്ടിൻ്റെ ആണ്. ഹി ഓൾസോ ടുക്ക് മെമ്പർഷിപ്പ് ഇൻ ദി ഫ്രഞ്ച് ക്ലബ് ജാക്കോബിൻ. അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നെപ്പോളിയൻ്റെ വരവിനെ കുറിച്ചാണ്. നെപ്പോളിയൻ ആൻഡ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. അതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ വന്നിട്ടുണ്ട് നെപ്പോളിയൻ്റെ ഇത്. ദ ഫ്രഞ്ച് ഹു റിവോൾട്ടഡ് ഫോർ നോബിൾ എയിംസ് ടു സർവൈവ് അണ്ടർ ദി ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ദി നെപ്പോളിയൻ ബൊണേപ്പാർട്ട് ഫോർ എ ഷോർട്ട് പീരീഡ്. അപ്പം വളരെ നല്ല നയപരമായിട്ടുള്ള നല്ല ആശയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടിയ വന്ന ഫ്രഞ്ച് റവല്യൂഷനിൽ അതിനുശേഷം നെപ്പോളിയൻ ബോണാപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കുറച്ചുനാൾ ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി. നെപ്പോളിയൻ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിഫീറ്റിംഗ് ദ യൂറോപ്യൻ അലയൻസ് which was formed under the leadership of Britain against France in the post-revolution period. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നെപ്പോളിയൻ ഫ്രാൻസിൽ വളരെ സ്വാധീനം ഉണ്ടായി. എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിഫീറ്റിംഗ് ദ യൂറോപ്യൻ അലയൻസ്. യൂറോപ്യൻ സഖ്യകക്ഷികളെ ഡിഫീറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ നല്ലൊരു പങ്ക് വഹിച്ചിരുന്നു ഫ്രാൻസിൽ. വിച്ച് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ എഗെയിൻസ്റ്റ് ഫ്രാൻസ്. ഫ്രാൻസിനെതിരെ ബ്രിട്ടൻ നടത്തിയൊരു സംഭവത്തിലാണ് നെപ്പോളിയൻ ഫ്രാൻസിന് വേണ്ടിയിട്ട് പോരാടിയത്. ഹീ സീസ്ഡ് ദ പവർ ഇൻ ഫ്രാൻസ് ഇൻ 1799. അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം കയ്യിലെടുത്തു 1799. ദോ ആൻ ഓട്ടോക്രാറ്റ്, അദ്ദേഹം ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും ഹീ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് സെവറൽ റിഫോംസ് ഇൻ ഫ്രാൻസ്. അദ്ദേഹം ഒരുപാട് നല്ല ഭരണ മികവുകൾ കാഴ്ചവെച്ചിരുന്നു. ദോസ് റിഫോംസ് വർ സ്റ്റിമുലേറ്റഡ് ബൈ ദി ഐഡിയാസ് ആൻഡ് ദ എയിം ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പം ഈ റിഫോം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ
ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഐഡിയാസും അതിൻ്റെ എയിംസും ഒക്കെ കൊണ്ടുള്ള റിഫോംസ്, പരിഷ്കാരങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. എന്തൊക്കെയാണ് വാട്ട് വാസ് ദ റിഫോംസ് ഓഫ് ദി നെപ്പോളിയൻ? ഫസ്റ്റ് വൺ, ഫാമേഴ്സ് വെർ മെയ്ഡ് ദി ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമസ്ഥനാക്കി. ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് ഡെപ്റ്റ്. കടം ഒഴിവാക്കാനായിട്ട് അദ്ദേഹം ഒരു സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ സാധനങ്ങളും ചരക്കുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം റോഡ് കൺസ്ട്രക്റ്റ് ചെയ്തു. എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദി ക്ലർജി. സ്റ്റേറ്റിൻ്റെ കൺട്രോള് ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. ക്ലർജിക്ക് കൊടുത്തു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ അധികാരം, നിയന്ത്രണം കൊടുത്തു. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഒരു കേന്ദ്രീകൃത സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. പ്രിപ്പയർഡ് എ ന്യൂ കണ്ടക്ട് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലനിൽക്കുന്ന നിയമങ്ങളെല്ലാം കൂടി ഒരു കോഡിഫൈ ചെയ്തിട്ട് ന്യൂ കോഡ് ഓഫ് ലോ, ഒരു പുതിയ കോഡ് ഓഫ് ലോ അദ്ദേഹം പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. ഇത്രയും നല്ല കാര്യങ്ങൾ അദ്ദേഹം ഫ്രാൻസിന് വേണ്ടിയിട്ട്, അദ്ദേഹം ഒരു ഏകാധിപതി ആയിരുന്നെങ്കിൽ കൂടി ഫ്രാൻസിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തു. In France, nationalism strengthened during the reign of Napoleon. One by one he invaded the other European countries. അപ്പം നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. 1 by 1 he invaded other European countries. ഒന്നൊന്നായിട്ട് അദ്ദേഹം പല യൂറോപ്യൻ രാജ്യങ്ങളെയും പിടിച്ചെടുത്തു. The European countries feared that the reforms of Napoleon would spread all over the യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി അദ്ദേഹം ആക്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ യൂറോപ്പിൽ ആകമാനം അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ വ്യാപിക്കുമോ എന്നുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നു. They organized themselves under the leadership of England. അവരെല്ലാം കൂടി ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ സംഘം ചേർന്ന് ഓർഗനൈസ് ചെയ്തു. They organized themselves under the leadership of England. It was the ideals of the French Revolution and not Napoleon that they were afraid of. അദ്ദേഹത്തിന് നെപ്പോളിയനെ അല്ലായിരുന്നു ശരിക്കും ഭയം, ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഐഡിയൽസ് ആയിരുന്നു, ആശയങ്ങളൊക്കെ ആയിരുന്നു അവർ യൂറോപ്യൻസ് ഭയപ്പെട്ടത്. Napoleon was defeated by the European alliance in the Battle of Waterloo and lost his power in 1815. അപ്പോൾ നെപ്പോളിയനെ വാട്ടർലൂ ബാറ്റിൽ 1815 ആയപ്പോഴത്തേക്കിനും അദ്ദേഹത്തിനെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത് യൂറോപ്യൻ സഖ്യകക്ഷികൾ. അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്നും നാട് കടത്തുകയാണ് ഉണ്ടായത്. ഇത്രയാണ് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കാനുള്ളത്. ചെറിയൊരു വർക്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. കൺസെപ്റ്റ്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ കൺസെപ്റ്റും പിന്നെ പോളിസീസ് ആൻഡ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ്റെ നയങ്ങളും പരിഷ്കാരങ്ങളും അത് പഠിച്ചു കഴിഞ്ഞാണ്. അത് നിങ്ങൾ തനി എഴുതിയാൽ മതി. ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ ഏത് വർഷമാണ് ആരംഭിച്ചത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഓർക്കാൻ വളരെ എളുപ്പമാണ്. 1789 ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഫ്രാൻസിലെ ജനങ്ങൾ ബൂർബൺ രാജാക്കന്മാരും സാധാരണ ജനങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. അത് പ്രശ്നങ്ങളാണ് യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. ഫ്രാൻസിലെ രാജാധികാരത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു പാലസ് ഓഫ് വെർസാലിസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബാസ്റ്റൈൽ പ്രിസൺ. അങ്ങനെ ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു ഫ്രാൻസിലെ രാജാക്കന്മാർ നയിച്ചിരുന്നത്. ഫ്രഞ്ച് ചിന്തകന്മാരായിട്ടുള്ള വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവരുടെ ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചെന്ന് നമ്മൾ കണ്ടു. ഫ്രാൻസിലെ 3 തട്ടായിട്ടാണ് ആൾക്കാരെ വിഭജിച്ചിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അത് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെന്താണ്, തേർഡ് എസ്റ്റേറ്റ് ഒരു ലീഡ് എടുക്കുകയാണ്. അവർ ബൂർബൺ രാജാക്കന്മാർക്കെതിരെ പോരാടാനായിട്ട് തുടങ്ങി. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും തേർഡ് എസ്റ്റേറ്റും കൂടി എത്ര അംഗങ്ങളുണ്ടെന്ന് കണ്ടു. പിന്നെ ഫ്രാൻസിലെ ജനങ്ങൾ ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി
അതായത് ഫ്രാൻസിലെ ജനങ്ങൾ അവർ തന്നെയാണ് നാഷണൽ അസംബ്ലി എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നിടം വരെ ഫ്രാൻസിൽ നിന്നും പോവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങൾ 14 ജൂലൈ 1789 ബാസ്റ്റൈൽ കൊട്ടാരം ബാസ്റ്റൈൽ പ്രിസൺ തകർക്കുന്നു. കൊട്ടാരമല്ല, പ്രിസൺ തകർക്കുന്നു. നാഷണൽ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നു 1709 ഒക്ടോബർ. സെപ്റ്റംബർ 1709 നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലെയിംഡ് ഫ്രാൻസ് ആസ് റിപ്പബ്ലിക്. ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ ഭീകരവാഴ്ച. അതിനുശേഷം പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടായി, അതിൽ പറയാൻ വിട്ടുപോയൊരു ഭാഗം പേരുണ്ട്. വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് ദി യൂറോപ്പ് കാച്ചസ് കോൾഡ് എന്ന് പറഞ്ഞത് ഓസ്ട്രിയൻ ചാൻസലറായ മെറ്റേണിക്കാണ്. അത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് കാണിക്കുന്ന ഒരു വേർഡ്സാണത്. നെപ്പോളിയൻ്റെ വരവ്. നെപ്പോളിയൻ ബൊണപ്പാർട്ട് ഫ്രാൻസിനെ നെപ്പോളിയൻ്റെ അധികാരത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നാണ് കണ്ടത്. അതിൻ്റെ സാഹചര്യം നമ്മൾ പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരെ രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ അദ്ദേഹം തോൽപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഫ്രാൻസിൽ ഒരു സ്വാധീനമുണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം 1799 അദ്ദേഹത്തിൻ്റെ കൈകളിൽ വരുന്നു. പിന്നെ അദ്ദേഹം ഫ്രാൻസിന് വേണ്ടി നടത്തിയ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടത്. കർഷകരെ ഭൂവുടമസ്ഥരാക്കി, സിംഗിങ് ഫണ്ട് രൂപീകരിച്ചു, ട്രാൻസ്പോർട്ടേഷന് വഴിയൊരുക്കി, എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു, ഒരു പുതിയ നിയമസംഹിത കോഡ് ഓഫ് ലോസ് ഉണ്ടായിരുന്ന അന്ന് നിലനിരുന്ന നിയമങ്ങളും എല്ലാം കൂടി ചേർത്ത് പുതിയൊരു നിയമസംഹിത രൂപീകരിച്ചു. അങ്ങനെ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. അദ്ദേഹം ഓരോരോ യൂറോപ്യൻ വൺ ബൈ വൺ ഹി ഇൻവേഡഡ് അതർ യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻസിന് പേടിയായി. അദ്ദേഹത്തെ അല്ല പേടി, ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഐഡിയൽസിൻ്റെ ആശയത്തെയാണ് പേടിയെന്നോട് പറയുന്നു. അങ്ങനെ അവസാനം അവർ നെപ്പോളിയനെ യൂറോപ്യൻ അലയൻസ് ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് വാട്ടർലൂ എന്ന് പറഞ്ഞ യുദ്ധത്തിലാണ് തോൽപ്പിക്കുന്നത്. 1815 അദ്ദേഹത്തെ അവിടെ നിന്ന് നാട് കടത്തുന്നു. ഇത്രയാണ് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കാനുള്ളത്.